ഇലക്ട്രോണിക് മെയിൽ സെക്യൂരിറ്റിക്ക് മെയിനായിട്ട് 2 അപ്രോച്ചസാണുള്ളത്. ഒന്ന് PGP, സെക്കൻഡ് വൺ സെക്യൂർ മൈം. PGP എന്ന് പറഞ്ഞാൽ പ്രിറ്റി ഗുഡ് പ്രൈവസി, ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പാക്കേജാണ്. ഇനി സെക്കൻഡ് മെത്തേഡാണ് സെക്യൂർ മൈം. ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇമെയിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ സെക്യൂർ മൾട്ടിപർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ, അതാണ് സെക്യൂർ മൈമിൻ്റെ എക്സ്പാൻഷൻ. സോ ഇറ്റ്സ് എ സെക്യൂരിറ്റി എൻഹാൻസ്മെൻറ്റ് ടു ദ മൈം ഇൻ്റർനെറ്റ് ഇമെയിൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ മൈം എന്ന് പറഞ്ഞ ഒരു ഇമെയിൽ വഴി ഇൻ്റർനെറ്റ് ട്രാൻസ്മിഷന് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻഹാൻസ്മെൻ്റ് ആയിട്ടാണ് ഈ സെക്യൂർ മൈം, അതായത് സെക്യൂരിറ്റി കൂടി അതിൻ്റെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. സെക്യൂരിറ്റി ഇൻ ദ സെൻസ് നമ്മൾ ഓതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയുള്ള കമ്പോണൻസ് കൂടി ആഡ് ചെയ്യുന്നു. അതായത് സിഗ്നേച്ചർ ആഡ് ചെയ്യും, എൻക്രിപ്ഷൻ ആഡ് ചെയ്യും. അപ്പോൾ മൈമിൻ്റെ കൂടെ നമ്മൾ സിഗ്നേച്ചർ പ്ലസ് എൻക്രിപ്ഷൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മെയിലിനെ സെക്യൂർ ആക്കുന്നത്. സോ സെക്യൂർ മൈം ഈസ് എൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ യൂസ്. ഇനി ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ ഫോമാറ്റിൻ്റെ സ്റ്റാൻഡേർഡാണ് RFC 822 ഡിഫൈൻഡ് ആയിരുന്നത്. അപ്പോൾ അതിൻ്റെ കറണ്ട് വേർഷനിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വേർഷനാണ് RFC 5322. ഇറ്റ്സ് എ ഇൻ്റർനെറ്റ് മെസ്സേജ് ഫോമാറ്റ്. ഇനി RFC 5322 ആണ് ശരിക്കും ഏറ്റവും ഇപ്പോഴത്തെ ഒരു ടെക്സ്റ്റ് മെസ്സേജിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇമെയിൽ ടെക്സ്റ്റ് മെസ്സേജിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോമാറ്റ്. അപ്പോൾ ഫോർമാറ്റ് ഫോർ ടെക്സ്റ്റ് മെസ്സേജ് ദാറ്റ് ആർ സെൻഡ് യൂസിങ് ഇലക്ട്രോണിക് മെയിൽ, അതാണ് RFC 5322. ഇനി ഈ സ്റ്റാൻഡേർഡ് നമ്മൾ ടെക്സ്റ്റ് മെയിൽ മെസ്സേജസിന് വേണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ മെസ്സേജിൻ്റെ സ്ട്രക്ചർ അത്യാവശ്യം സിമ്പിളാണ്. ജസ്റ്റ് ഒരു ഹെഡർ പിന്നെ ഫോളോഡ് ബൈ ബോഡി. അപ്പോൾ ഹെഡർ എന്ന് വെച്ചാൽ ഒന്നും കൂടുതൽ ഹെഡർ ലൈൻസ് ഉണ്ടാവാം, അതിനെ ഫോളോ ചെയ്തിട്ട് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ ബോഡി ഉണ്ടാവും. ഇനി ഹെഡറും ബോഡിയും തമ്മിൽ ബ്ലാങ്ക് ലൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹെഡർ ലൈൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി അതിനുള്ളിൽ ഫസ്റ്റ് ഒരു കീവേഡ് ഉണ്ടാവും, ഫോളോഡ് ബൈ എ കോളൻ ആൻഡ് ഫോളോഡ് ബൈ കീവേഡ്സ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഈ ഫോമാറ്റ് നമുക്ക് വലിയ ലെങ്തി ആയിട്ടുള്ള ലൈൻസിലെ കൂടുതൽ നീളമുള്ള ലൈൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് ചെറിയ സ്മോൾ ലൈൻസാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. നമ്മൾ ഈ കീവേഡ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യാറുള്ള കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്രം, ടു, സബ്ജക്റ്റ്, ഡേറ്റ്. ഇപ്പോൾ ഫ്രം ഇമെയിൽ അഡ്രസ് ഏത് മെയിലിൽ നിന്നാണ് മെയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ടു ആർക്കാണ്, അതിൻ്റെ സബ്ജക്റ്റ് എന്താണ്, ഡേറ്റ് എന്താണ്, ഇതൊക്കെ ആയിരിക്കും കീവേഡ്സ് ആയിട്ട് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറ്. അപ്പോൾ ഈ കീവേഡ് ഫോളോഡ് ബൈ കോളൻ ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ് ആരുടെ മെയിൽ ഐ ഡി ആണോ അത്, ടുവിൻ്റെ കോളം കഴിഞ്ഞാൽ നെക്സ്റ്റ് ടു ഏത് മെയിൽ ഐ ഡി ആണ്, അല്ലെ സബ്ജക്റ്റ് കോളം കഴിഞ്ഞാൽ സബ്ജക്റ്റ് എന്താണെന്നുള്ളത്, പിന്നെ ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ RFC 5322 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ട് ടെക്സ്റ്റ് മെയിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമാറ്റ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ബേസിക്കായിട്ട് ഫോർമാറ്റ് സിമ്പിളാണ്. ഫസ്റ്റ് ഒരു ഹെഡർ ഫോളോഡ് ബൈ ടെക്സ്റ്റ്. ഇനി ഹെഡർ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ കീവേഡ്സും അതിന് ഫോളോ ചെയ്തിട്ടൊരു കോളൻ പിന്നെ ആ കീവേഡിലെ ആർഗ്യുമെൻറ്റ്സ് കൂടിയാണ് സ്പെസിഫൈ ചെയ്യാറ്. ഇനി ഈ RFC 5322ൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് മൈം ഡെവലപ്പ് ആയത്. അപ്പം ശരിക്കും RFC 5322 യൂസ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ SMTP അല്ലെങ്കിൽ അതർ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുമ്പോൾ പല ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് അല്ല പല പ്രോബ്ലംസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഈ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ അതായത് മൈം ഡെവലപ്പ് ആയത്. അപ്പോൾ ഈ പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് പറഞ്ഞാണ് ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എക്സിക്യൂട്ടബിൾ ഫയൽസ് അല്ലെങ്കിൽ അത് ബൈനറി ഫയൽസിന് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിനെ ആസ്കി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൺവേർഷന് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ്സ് ഒന്നും ഡിഫൈൻഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പോലുള്ള ടെക്സ്റ്റ് ഡേറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടും ലിമിറ്റേഷൻ ഉണ്ട്. SMTPയിൽ ശരിക്കും 7 ബിറ്റ് ആസ്കി ലിമിറ്റഡ് ആണ്. അപ്പോൾ 8 ബിറ്റ് ഡേറ്റ വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ട്രാൻസ്മിഷന് ഇഷ്യൂസ് വരും. പിന്നെ അതുപോലെ തന്നെ ചില സെർവേഴ്സിൽ ഇപ്പോൾ മെയിലിൻ്റെ സൈസ് ഒരു ഇത്ര സൈസ് വരെ പറ്റുള്ളൂ എന്നുള്ളത് ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ സൈസ് വരുമ്പം സെർവർ മെയിൽ റിജക്റ്റ് ചെയ്യും. ഇനി ചില SMTP ഇംപ്ലിമെൻറ്റേഷൻസിൽ കോമൺ ആയിട്ട് കണ്ടിരുന്ന കുറേ ഇഷ്യൂസാണ് ലാസ്റ്റ് 5 കാണിച്ചിരിക്കുന്നത്. നമ്മളെ ക്യാരേജ് റിട്ടേൺ ആൻഡ് ലൈറ്റ് ഫീഡ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അതിന് ചിലതിന് ഡിലീറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇനി അതുപോലെ ലെങ്തി ആയിട്ടുള്ള ലൈൻസിനെ ട്രങ്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ 76 ക്യാരക്ടേഴ്സിനേക്കാളും മുകളിൽ വരുന്ന ലൈൻസിനെ റാപ്പ് ചെയ്ത് വെക്കുക. പിന്നെ ഫ്രണ്ടിൽ ലാസ്റ്റ് ലീഡിങ് ആയിട്ട് ട്രെയിലിംഗ് ആയിട്ടൊക്കെ വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ടാബ് ഇതൊക്കെ വരുന്നതിനെ റിമൂവ് ചെയ്യാം. അതുപോലെ ഒരേ ലെങ്ത്തുള്ള മെസ്സേജിനെല്ലാം ഒരേ ലെങ്ത്തിലേക്ക് പാഡ് ചെയ്യാം. പിന്നെ അതുപോലെ ടാബ് ഉള്ളതിനെ മൾട്ടിപ്പിൾ സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം RFC 822 അല്ലെങ്കിൽ അതിൻ്റെ റീസെൻറ്റ് വേർഷനായ 5322 എക്സ്പെക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസിനെ അല്ല പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈം എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റൻഷൻ ഡെവലപ്പ് ആയത്. സോ ഇറ്റ്സ് എ എക്സ്റ്റൻഷൻ ടു ദ RFC 5322 ഫ്രെയിംവർക്ക്. അപ്പോൾ RFC 5322 ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എല്ലാ ടൈപ്പ് മെസ്സേജിനെയും എല്ലാ ടൈപ്പ് ഡേറ്റേനെയും അതിന് സപ്പോർട്ട് ചെയ്യാനും പറ്റിയിരുന്നില്ല. പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ പല ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്തിരുന്നു.
അപ്പോൾ അതിന് സൊല്യൂഷനായിട്ടാണ് നമ്മൾ മൈം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ മൈം സ്പെസിഫിക്കേഷനിൽ മെയിനായിട്ട് ആഡ് ചെയ്തിരുന്നത് ഈ 3 കമ്പോണൻസ് ആണ്. ഫസ്റ്റ് വൺ 5 ന്യൂ മെസ്സേജ് ഹെഡർ ഫീൽഡ്സ് ആർ ഡിഫൈൻ. അപ്പോൾ മെസ്സേജ് ഹെഡർ ഫീൽഡാണ് ഫസ്റ്റ് ആഡപ്പ് ആയത്. 5 മെസ്സേജ് ഹെഡർ ഫീൽഡ്സ് ആണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ RFC 5322 എക്സ്റ്റൻഷനായിട്ടാണ് നമ്മളിത് ആഡ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഈ 3 കമ്പോണൻസ് കൂടി ആഡായി. ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് 5 ന്യൂ മെസ്സേജ് ഹെഡർ ഫീൽഡ്സ്. അപ്പോൾ 5 മെസ്സേജ് ഹെഡർ ഫീൽഡ്സ് ആണ് ഫസ്റ്റ് ആഡ് ചെയ്തത്. ഈ ഹെഡർ ഫീൽഡിൻ്റെ പർപ്പസ് നമ്മളുടെ ബോഡിയെ പറ്റിയുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ, ബോഡിയിൽ എന്ത് ഡേറ്റ ഉള്ളതെന്നുള്ളതിനെ പറ്റി ഇൻഫർമേഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെഡർ ഫീൽഡ്സിന് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ആഡ് ചെയ്തത് കണ്ടൻറ്റ് ഫോമാറ്റ്സ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് കുറേ കണ്ടൻറ്റ് ഫോമാറ്റ്സും കൂടി ഡിഫൈൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെസ്സേജിലെ മെയിലുള്ള ബോഡി എന്തെല്ലാം ടൈപ്സ് ആവാം, ഏതെല്ലാം ടൈപ്സിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് കണ്ടൻറ്റ് ഫോമാറ്റ്സ് ആർ ഡിഫൈൻ. അപ്പോൾ ഫസ്റ്റ് 5 ഹെഡർ ഫീൽഡ്സ് ആഡ് ചെയ്തു, പിന്നെ കണ്ടൻറ്റ് ഫോമാറ്റ്സ് കുറേ ആഡ് ചെയ്തു, പിന്നെ തേർഡ് വൺ ഈസ് ട്രാൻസ്ഫർ എൻകോഡിങ്സ്. അപ്പോൾ ട്രാൻസ്ഫർ എൻകോഡിങ്സ് പറഞ്ഞാൽ വേർഡിൽ തന്നെയുണ്ട്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എൻകോഡിങ്സ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അയക്കുന്ന മെയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓൾട്ടറേഷൻ ഒന്നും വരാണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ട്രാൻസ്ഫർ എൻകോഡിംഗ് എന്ന് പറയുന്നത്. പല ട്രാൻസ്ഫർ എൻകോഡിങ്സ് ഉണ്ട്. അപ്പോൾ അയക്കുന്ന മെയിലിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷനിൽ അതിന് ഓൾട്ടറേഷൻ ഒന്നും വരാണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺവേർഷൻ മെത്തേഡാണ് ഈ ട്രാൻസ്ഫർ എൻകോഡിങ്സ്. അപ്പോൾ 5322 ലിമിറ്റേഷൻസിനെ അല്ലെങ്കിൽ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ജനറേറ്റ് ചെയ്ത് ഡിഫൈൻഡ് ആയ ഒരു എക്സ്റ്റൻഷനാണ് മൈം എന്ന് പറയുന്നത്. ഇനി മൈം സ്പെസിഫിക്കേഷനിൽ മെയിനായിട്ട് 3 കമ്പോണൻസ് ആണ് RFC 5322 ആഡ് ചെയ്യുന്നത്. ഒന്ന് 5 ഹെഡർ ഫീൽഡ്സ്, പിന്നെ ഒന്ന് കണ്ടൻറ്റ് ഫോമാറ്റ്സ്, പിന്നെ തേർഡ് വൺ ട്രാൻസ്ഫർ എൻകോഡിങ്സ്. ഇപ്പോൾ ഇതിൽ കാണുന്നതാണ് മൈം ഹെഡർ ഫീൽഡ്സ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 5 ഹെഡേഴ്സ് ആഡ് ചെയ്തെന്ന് പറഞ്ഞു. ആ 5 ഹെഡേഴ്സാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഡിനോട്ട്സ് ദ മൈം വേർഷൻ. അതിൻ്റെ പാരാമീറ്റർ മൈം എന്ന വേർഷൻ നമ്മൾ കറൻറ്റ്ലി ഏതാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പാരാമീറ്റർ വാല്യൂ. സെക്കൻഡ് ഇസ് ദ കണ്ടൻറ്റ് ടൈപ്പ്. കണ്ടൻറ്റ് ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മളുടെ മെയിലിൻ്റെ ബോഡിയിലുള്ള കണ്ടൻറ്റ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക, അതെന്ത് ടൈപ്പ് ഡേറ്റ ആണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുക. വെച്ചാൽ റിസീവറിൻ്റെ കയ്യിൽ എത്തിക്കഴിയുമ്പോൾ റിസീവർ ഏത് രീതിയിൽ ആ ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളത് റിസീവറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കണ്ടൻറ്റ് ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി തേർഡ് വൺ ഈസ് കണ്ടൻറ്റ് ട്രാൻസ്ഫർ എൻകോഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മെയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിസീവറിലെത്തുമ്പോൾ ആ പോകുന്ന വഴിക്ക് അതിന് ഓൾട്ടറേഷൻ ഒന്നും ഉണ്ടാവാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് തരത്തിലുള്ള കൺവേർഷൻ മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് അതാണ് ഈ കണ്ടൻറ്റ് ട്രാൻസ്ഫർ എൻകോഡിംഗ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. പല തരത്തിലുള്ള അൽഗോരിതംസ് അല്ലെങ്കിൽ കൺവേർഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇനി ഫോർത്ത് ഹെഡർ ഫീൽഡ് എന്ന് വെച്ചാൽ കണ്ടൻറ്റ് ID. അപ്പം നമ്മുടെ മൈം കണ്ടൻറ്റിനെ അല്ല എൻറ്റിറ്റി എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ മാറ്ററിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ID. പിന്നെ ലാസ്റ്റ് വൺ ഈസ് കണ്ടൻറ്റ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ അയക്കുന്നത് ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ഒരു ടെക്സ്ച്വൽ ഡിസ്ക്രിപ്ഷൻ, അതാണ് ഈ കണ്ടൻറ്റ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൈം ഡിഫൈൻഡ് ആയത് തന്നെ 5322 ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അഡീഷണൽ ആയിട്ട് ആഡ് ആയത് 5 ഹെഡർ ഫീൽഡ്സ്, പിന്നെ കണ്ടൻറ്റ് ടൈപ്സ് ആൻഡ് ട്രാൻസ്ഫർ എൻകോഡിങ്സ്. ഇനി ഈ 5 ഹെഡർ ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ഫസ്റ്റ് മൈമിൻ്റെ വേർഷൻ, പിന്നെ എന്ത് ടൈപ്പ് ഡേറ്റ ആണെന്നുള്ളത് കണ്ടൻറ്റ് സ്പെസിഫൈ ചെയ്യുക. തേർഡ് കണ്ടൻറ്റ് നമ്മൾ ഏത് രീതിയിൽ എൻകോഡ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. ദെൻ കണ്ടൻറ്റ് ID ആൻഡ് കണ്ടൻറ്റ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് നമ്മൾ പറഞ്ഞു മൈം എക്സ്റ്റൻഷനിൽ ആഡ് ആയത് 5 ഹെഡർ ഫീൽഡ്സ് ആണെന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തത് മൈം കണ്ടൻറ്റ് ടൈപ്സ് ആണ്. അപ്പോൾ കണ്ടൻറ്റ് ടൈപ്സ് എന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്ന ഡേറ്റയെ എന്ത് ടൈപ്പായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. സോ ഇറ്റ്സ് കൺസേൺ വിത്ത് ദ ഡെഫിനേഷൻ ഓഫ് എ വെറൈറ്റി ഓഫ് കണ്ടൻറ്റ് ടൈപ്സ്. ഇനി കണ്ടൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ഡിഫൈൻഡ് ആണ്. ഒന്ന് മെയിൻ ആയിട്ടുള്ളൊരു ഡിവിഷൻ, ദാറ്റ് ഈസ് 7 ഡിഫറെൻറ്റ് മേജർ ടൈപ്സ് ഓഫ് കണ്ടൻറ്റ്. അപ്പോൾ കണ്ടൻറ്റിൻ്റെ ടൈപ്പ് 7 ആയിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്തു. ഇനി 7 ടൈപ്പിനെ തന്നെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ട് സബ് ടൈപ്പാക്കി ഒരു 15 സബ് ടൈപ്സ് കൂടി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ 7 മെയിൻ ടൈപ്സ് ആൻഡ് 15 സബ് ടൈപ്സ്. കണ്ടൻറ്റ് ടൈപ്പ് മെയിനായിട്ട് നമ്മൾ ജനറലായിട്ട് ഒരു ഡേറ്റയുടെ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടൻറ്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി സബ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ജനറൽ ടൈപ്പിൽ തന്നെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഡേറ്റാനെ അല്ലെങ്കിൽ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെക്സ്ച്വൽ ഡേറ്റ ആണെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് അയക്കാം, ഫോർമാറ്റഡ് ആയിട്ടും അയക്കാം. ഇനി ടെക്സ്ച്വൽ ഡേറ്റ എന്ന് പറയുന്നത് ഒരു കണ്ടൻറ്റ് ടൈപ്പാണ്, ഒരു ജനറൽ ടൈപ്പാണ്. ഇനി അതിൽ തന്നെ പ്ലെയിൻ ആയിട്ടുള്ളതും ഫോർമാറ്റഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് ഏത് കാറ്റഗറിയിൽ വരും? സബ് ടൈപ്പായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മെയിലിലെ കണ്ടൻറ്റിന് ടൈപ്പ് ഏതെല്ലാം ടൈപ്പ് പെർമിസിബിൾ ആണ് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി 7 കണ്ടൻറ്റ് ടൈപ്സും 15 സബ് ടൈപ്സും ഡിഫൈൻ ചെയ്തു. അപ്പോൾ കണ്ടൻറ്റ് ടൈപ്സ് ശരിക്കും ജനറൽ ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. സബ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ആ ജനറൽ ടൈപ്പിൽ തന്നെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടൊരു പർട്ടിക്കുലർ ഫോമാറ്റിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ ടേബിളിൽ കാണുന്നതാണ് മൈമിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള
കണ്ടൻറ് ടൈപ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ടെക്സ്റ്റ്, പ്ലെയിൻ ടെക്സ്റ്റ് തന്നെ. ടെക്സ്റ്റിന് പ്ലെയിൻ എന്ന് പറയാൻ പറ്റില്ല, പ്ലെയിൻ ആവാം, എൻറിച്ച്ഡ് അല്ലെങ്കിൽ ഫോർമാറ്റഡ് ആവാം. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ്. ഇപ്പോൾ 7 ടൈപ്സ് നിങ്ങൾക്ക് കാണാം ഇവിടെ. 1 2 3 4 5 6 7. അപ്പോൾ 7 ടൈപ്പും ഈ സബ് ടൈപ്പ് ആയിട്ട് 15 സബ് ടൈപ്സും ഉണ്ട്. ഇനി ടെക്സ്റ്റിൻ്റെ സബ് ടൈപ്സാണ് പ്ലെയിനും എൻറിച്ച്ഡും. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഫോർമാറ്റൊന്നുമില്ല, അൺഫോർമാറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ്. എൻറിച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റിങ്ങിന് വേണ്ടിയുള്ള ഫ്ലെക്സിബിലിറ്റി അല്ല ഫോർമാറ്റ് കൂടി ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുവൽ കണ്ടൻറ്റ്. ഇനി നെക്സ്റ്റ് കാണുന്ന ടൈപ്പ് എന്ന് വെച്ചാൽ മൾട്ടി പാർട്ട്. മൾട്ടി പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിലിൽ പല ഇൻഡിപെൻഡൻറ്റ് കമ്പോണൻസ് ഉണ്ടെന്നുള്ളതാണ് മീനിങ്. ദാറ്റ് ഈസ് ദ ബോഡി കണ്ടെയ്ൻസ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് പാർട്സ്. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടി പാർട്ട് എന്ന് പറയുന്നത്. ഇനി മൾട്ടി പാർട്ട് ടൈപ്പിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 4 സബ് ടൈപ്സ് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ മിക്സഡ് സബ് ടൈപ്പ്. അപ്പോൾ മിക്സഡ് സബ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൾട്ടിപ്പിൾ പാർട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളെ ബോഡിയിൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് പാർട്സ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻസി ഇല്ലാത്ത പല പാർട്സ് നമ്മളുടെ മെയിലുണ്ടെന്ന് കരുതുക. ഇനി മിക്സഡ് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിഫറെൻറ്റ് പാർട്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മാത്രമല്ല, പക്ഷെ നമ്മൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഓർഡർ, ഇപ്പം ഒരു 3 കമ്പോണൻസ് ആണല്ലോ ഉള്ളതെന്ന് വെക്കുക. ഇപ്പോൾ ഈ 3 എണ്ണത്തിനെയും അല്ലെങ്കിൽ 3 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കൂടി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ റിസീവറിന് എത്തേണ്ട അതേ ഓർഡറിൽ തന്നെ വേണം നമ്മൾ ഇവിടുന്ന് ബണ്ടിൽ ചെയ്ത് വിടാൻ വേണ്ടി. ദാറ്റ് ഈസ് ദെർ ആർ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് പാർട്സ് ദാറ്റ് നീഡ് ടു ബി ബണ്ടിൽ ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. അപ്പോൾ ഓർഡർ ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആണ്. ദാറ്റ് ഈസ് ദേ ആർ ടു ബി ട്രാൻസ്മിറ്റഡ് ടുഗദർ. പല ഇൻഡിപെൻഡൻറ്റ് പാർട്സ് ഉണ്ട്, ഒന്നിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് മാത്രമല്ല അത് റിസീവർ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ ഓർഡറിൽ തന്നെ നമ്മളതിനെ അയക്കുകയും വേണം. അതാണ് ഈ മിക്സഡ് എന്ന് പറഞ്ഞ സബ് ടൈപ്പ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു പല ഇൻഡിപെൻഡൻറ്റ് പാർട്സ് ഉണ്ടെങ്കിലും അതിനെ ആ ഓർഡർ സ്പെസിഫിക് ആയിട്ട് റിസീവറിന് ഏത് ഓർഡറിൽ കിട്ടണോ ആ ഓർഡറിൽ തന്നെ നമ്മളിവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി പാരലൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡ് സബ് ടൈപ്പ് ആകുമ്പോഴത്തേക്കും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഓർഡറിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. എന്നുവെച്ചാൽ പല ഇൻഡിപെൻഡൻറ്റ് പാർട്സ് ഉണ്ട്, പക്ഷേ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് നോ ഓർഡർ ഈസ് ഡിഫൈൻഡ് ഫോർ ഡെലിവറിങ് ദ പാർട്സ് ടു ദ റിസീവർ. ഇനി തേർഡ് സബ് ടൈപ്പ് ഇസ് ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ മെയിലിൽ തന്നെ ഇപ്പം ഒരേ ടൈപ്പ് ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ തന്നെ പല റെപ്രസെൻറ്റേഷൻസ് ഉണ്ടെന്ന് വരിക. ഇപ്പോൾ ഒരു ടെക്സ്റ്റൽ മോഷൻ ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഓഡിയോ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഉണ്ട്, അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ അപ്പോൾ ഇത് 3ഉം ഒരേ ഡേറ്റയുടെ തന്നെ പല റെപ്രസെൻറ്റേഷൻസ് ആയിരിക്കാം. അപ്പോൾ അതിനാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ സബ് ടൈപ്പ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ ഈസ് ഡൈജസ്റ്റ്. അപ്പോൾ ഡൈജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു മെയിൽ തന്നെ ഇപ്പം 5-6 പേരുടെ മെയിൽ കമ്പൈൻ ചെയ്തിട്ട് അതിനെ ഒന്നിച്ച് ബണ്ടിൽ ചെയ്ത് ഒരൊറ്റ മെസ്സേജ് ആയിട്ട് അയക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഡൈജസ്റ്റ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് അപ്പോൾ ഈ 5-6 പേരുടെ മെയിൽ എന്ന് പറയുമ്പോൾ ഓരോ മെയിലും എന്തായിരിക്കണം നമ്മളുടെ RFC 822 അതായത് ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റൽ മെയിൽ ഫോമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന മെസ്സേജസ് ആയിരിക്കും. അപ്പോൾ 4-5 RFC ഫോമാറ്റുള്ള മെസ്സേജുകളെ ഒന്നിച്ച് നമ്മൾ ബണ്ടിൽ ചെയ്ത് ഒരൊറ്റ മെസ്സേജായിട്ട് അയക്കുമ്പോഴാണ് നമ്മൾ ഈ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ സബ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സബ് ടൈപ്സ് ഓരോന്നിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ ഫസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഈ 4 മൾട്ടി പാർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ള മെയിലിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പല സബ് പാർട്സ് ഉണ്ട്. ഇനി സബ് പാർട്സ് പലതുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്നതിന് ഒന്നിച്ചായിട്ടായിരിക്കും. അതിൻ്റെ ഓർഡറോട് സിഗ്നിഫിക്കൻ്റ് ആകുമ്പോൾ അതിനെ മിക്സഡ് എന്ന് പറയും. ഓർഡർ കൺസിഡർ ചെയ്യാണ്ട് നമ്മൾ അയക്കുമ്പോൾ അതിനെ പാരലൽ എന്ന് പറയും. ഇനി ഒരേ കണ്ടൻറ്റിന് തന്നെ പല ഓൾട്ടർനേറ്റീവ് വേർഷൻസിന് നമ്മൾ അയക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യും. ഇനി ഡൈജസ്റ്റ് ആണെങ്കിൽ അതിൽ ഓരോ കമ്പോണൻറ്റും ഓരോ ഇൻഡിവിജ്വൽ RFC 822 മെസ്സേജ് ആയിരിക്കും. ഇനി തേർഡ് ടൈപ്പ് ഈസ് മെസ്സേജ് ഇപ്പോൾ 2-3 രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സബ് ടൈപ്സ്. ഫസ്റ്റ് വൺ നമ്മുടെ നോർമൽ RFC 822 ഫോളോ ചെയ്യുന്ന ഒരു മെസ്സേജ് ഫോർമാറ്റ് ആവാം. ഇനി പാർഷ്യൽ എന്ന് പറഞ്ഞാൽ ലാർജ് മെയിലിൻ്റെ കേസിലാണ് ഇത് ആപ്ലിക്കബിൾ ആവുക. ഇപ്പോൾ വലിയ മെയിൽസ് ആകുമ്പോൾ നമുക്കത് കംപ്ലീറ്റ്ലി ഒന്നിച്ച് അയക്കുന്നതിന് പകരം നമ്മളതിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ട് ചെറിയ മെയിൽസ് ആക്കിയിട്ട് അയക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ അയക്കുന്ന ആ ഒരു കമ്പോണൻറ്റ് പാർഷ്യൽ ആണോ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വലിയ മെയിലിൻ്റെ ഒരു ഫ്രാഗ്മെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഡിനോട്ട് ചെയ്യാനാണ് ഈ പാർഷ്യൽ എന്ന് പറഞ്ഞ സബ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ എക്സ്റ്റേണൽ ബോഡി എന്ന് വെച്ചാൽ നമ്മളുടെ മെയിലിനുള്ളിൽ പുറത്തുള്ള ഏതെങ്കിലും ഒബ്ജക്ട്സിലേക്കുള്ള റെഫറൻസോ പോയിൻ്ററോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ ബോഡി എന്ന് പറഞ്ഞ സബ് ടൈപ്പായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഇമേജ് നമുക്കറിയാം JPG ആവാം, GIF ആവാം, വീഡിയോ MPG ആവാം, ഓഡിയോ ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മൈം കണ്ടൻറ്റ് ടൈപ്സ്. അപ്പോൾ മൈം സ്പെസിഫിക്കേഷനിൽ മെയിനായിട്ട് 3 കമ്പോണൻസാണ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞു. ഒന്ന് 5 ഹെഡർ ഫീൽഡ്സ് അത് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് മൈം കണ്ടൻറ്റ് ടൈപ്സ് അതാണ് നമ്മളിപ്പം ഡിഫൈൻ ചെയ്തത്. അതായത് 7 കണ്ടൻറ്റ് ടൈപ്സും 15 സബ് ടൈപ്സും ഡിഫൈൻഡ് ആണ്. ഇനി തേർഡ് കമ്പോണൻറ്റ് ഈസ് മൈം ട്രാൻസ്ഫർ എൻകോഡിങ്സ്. അപ്പോൾ ട്രാൻസ്ഫർ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മൾ അയക്കുന്ന മെസ്സേജ് റിസീവറിൽ പോകുന്ന വഴിക്ക് ഓൾട്ടറേഷൻ ഒന്നും വരാണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മൾ റിസീവറിൽ എത്തിക്കുക. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കൺവേർഷൻ മെത്തേഡ്സാണ് ട്രാൻസ്ഫർ എൻകോഡിങ്സ് പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 6 നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 7 ബിറ്റ്, 8 ബിറ്റ് ആൻഡ് ബൈനറി. അപ്പോൾ ഈ ഫസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ശരിക്കും എൻകോഡിംഗ് ഒന്നും അതിൽ ചെയ്യുന്നില്ല. നമ്മൾ അയക്കുന്ന ഡേറ്റയെ പറ്റിയുള്ള ഡേറ്റയുടെ നേച്ചർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഈ ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 7 ബിറ്റ് ഡേറ്റ ആണ് നമ്മൾ അയക്കുന്നത്, അല്ലെങ്കിൽ 8 ബിറ്റ് ഡേറ്റ ആണ് അയക്കുന്നത്, അല്ലെങ്കിൽ ബൈനറി ഡേറ്റ ആണ് അയക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് ഡേറ്റയുടെ നേച്ചർ മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഫസ്റ്റ് 3 ട്രാൻസ്ഫർ എൻകോഡിങ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ലാസ്റ്റ് വൺ, അതായത് എക്സ് ടോക്കൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഇതുവരെ സ്പെസിഫൈഡ് അല്ലാത്ത, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ ഏതെങ്കിലും എൻകോഡിംഗ് സ്കീംസ് നമ്മൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ എൻകോഡിംഗ് സ്കീം ഏതാണോ അതിൻ്റെ പേര് നമുക്ക് ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതിനാണ് ഈ എക്സ് ടോക്കൺ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന 2 ട്രാൻസ്ഫർ എൻകോഡിങ്സ് ആണ് ഈ 4th ഉം 5th ഉം, അതായത് കോട്ടഡ് പ്രിൻ്റബിൾ ആൻഡ് base64 എൻകോഡിംഗ്. ഇനി കോട്ടഡ് പ്രിൻ്റബിൾ ഫോർമാറ്റ് നമ്മൾ എൻകോഡിംഗ് യൂസ് ചെയ്യുന്നത് നോർമലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ കൂടുതലും ആസ്കി ആവുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ നോർമലി ഈ ഒരു എൻകോഡിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലുള്ള ഡേറ്റയെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോട്ടഡ് പ്രിൻ്റബിൾ ഫോർമാറ്റ് യൂസ് ചെയ്യുക. ഇനി 5th വൺ ഈസ് base64. അത് നമ്മൾ നേരത്തെ PGP പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. base64 എൻകോഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം റോ ബൈനറി ഡേറ്റ, ഒക്ടറ്റ് സ്ട്രീമിലുള്ള ഡേറ്റാനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ആസ്കി ആയിട്ട്, അല്ല പ്രിൻ്റബിൾ ആസ്കി ക്യാരക്ടേഴ്സിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ base64 എൻകോഡിംഗ് യൂസ് ചെയ്യുന്നത്. സോ base64 എൻകോഡ്സ് ഡേറ്റ ബൈ മാപ്പിംഗ് ബൈനറി അല്ലെങ്കിൽ നമ്മൾ ബിറ്റ് ഫോമാറ്റിലുള്ള ഡേറ്റാനെ പ്രിൻ്റബിൾ ആസ്കി ക്യാരക്ടേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഓഫ് മൈം സ്പെസിഫിക്കേഷൻ. അപ്പോൾ മൈം സ്പെസിഫിക്കേഷനുള്ളിൽ മൈമിൽ 5 ഹെഡർ ഫീൽഡ്സ് ഡിഫൈൻ ചെയ്തു, മൈമിൻ്റെ കണ്ടൻറ് ടൈപ്സ് ഡിഫൈൻ ചെയ്തു, പിന്നെ മൈം ട്രാൻസ്ഫർ എൻകോഡിങ്സ്.